एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ പച്ചരി മാവ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി പൊടിച്ചതാണ്. പൊടിച്ച സമയത്ത് ഒരു 4 ഏലക്കയും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ശർക്കര പാനി വേണം. ഒരു 200 ഗ്രാം ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കപ്പലണ്ടിയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഒരു പാളയംകോടൻ പഴവും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിഞ്ചോളം സോഡാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി മാവിലോട്ട് നമുക്ക് പാളയംകോടൻ പഴം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും കടലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് കാണിക്കാൻ മറന്നുപോയി. ഇതിലേക്ക് നെയ്യും സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്ത സമയത്ത്. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി ചൂടായ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇനി അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.